ഒരുപാട് പേര് ചോദിക്കുന്നു, ഉസ്താദെ മൈലാഞ്ചി ഇടൽ പുരുഷന്മാർക്ക് സുന്നത്താണോ സ്ത്രീകൾക്ക് സുന്നത്താണോ? മൈലാഞ്ചി ഇടൽ ഹറാമായ ആരെങ്കിലും ഉണ്ടോ? മൈലാഞ്ചി ഇടൽ കറാഹത്തായ ചില ആളുകളുണ്ടെന്ന് കേട്ടല്ലോ. അതുപോലെ ശർക്കര മൈലാഞ്ചി ഇടാമോ ജീരക മൈലാഞ്ചി ഇടാമോ? കടയിൽ നിന്ന് വാങ്ങുന്ന ട്യൂബ് മൈലാഞ്ചി ഇടാമോ പഞ്ചസാര മൈലാഞ്ചി ഇടാമോ എന്ന് ഒരുപാട് മൈലാഞ്ചിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് മൈലാഞ്ചി ആരാണ് ഇടേണ്ടത്, ആർക്കാണ് സുന്നത്ത്, ആർക്കാണ് ഹറാമ്, ആർക്കാണ് കറാഹത്ത്, ആർക്കാണ് ജായിസ്, ആർക്കാണ് അനുവദനീയം, മൈലാഞ്ചി ഏതൊക്കെ ഇടാം ഏതൊക്കെ ഇടാൻ പാടില്ല, വിശദമായി ഒരു മൈലാഞ്ചി ചർച്ച തന്നെ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ കല്യാണത്തിന്റെ തലേന്ന് വരന്മാർ അവരുടെ കൈകളിൽ ഇപ്പോൾ സാധാരണയായി വധുവിന്റെയും വരന്റെയും പേരുകൾ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദ്യത്തെ അക്ഷരമെങ്കിലും ലവ് ചിഹ്നത്തിൽ എഴുതുന്നുണ്ട്. അത് ജായിസ് ആണോ ഉസ്താദെ? അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അതിനുള്ള മറുപടി നമുക്കൊന്ന് കേട്ടാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ വാലാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിൻ്റെ വലിയ സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം നമ്മളോട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിൽ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫാ നൽകട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, പക്ഷേ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് പലരും ചിന്തിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മൈലാഞ്ചി ഇടുക. മൈലാഞ്ചി ഇടുക എന്ന ആ ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മൈലാഞ്ചി ഇടലല്ലേ, അത് സുന്നത്താണ്. മൈലാഞ്ചി ഇടൽ സുന്നത്തല്ലേ? അത് ആണുങ്ങൾക്കും സുന്നത്തല്ലേ, പെണ്ണുങ്ങൾക്കും സുന്നത്തല്ലേ, എപ്പോഴും സുന്നത്തല്ലേ എന്ന് പറയുന്ന ഒരുപാട് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. എന്നാൽ മൈലാഞ്ചിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകളാണ് ഗൗരവപൂർവം എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും സ്നേഹത്തോടെ പറയാനുള്ളത്. മൈലാഞ്ചി ഇടൽ ഹറാമാകുന്ന ചില സമയങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. മൈലാഞ്ചി ഇടൽ കറാഹത്താകുന്ന ചില സമയങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. മൈലാഞ്ചി ഇടൽ സുന്നത്താകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, ആളുകളുണ്ട്. മൈലാഞ്ചി ഇടൽ അനുവദനീയമായ ആളുകളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. 4 വിഭാഗമാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യമായി പറയട്ടെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ചില വൃദ്ധരായ സ്വഹാബിമാർ മദീന പള്ളിയുടെ പരിസരത്തിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുകയാണ്. അവര് പടുവൃദ്ധരാണ്, അവരുടെ മുടി നരച്ചിട്ടുണ്ട്, താടി നരച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരോട് ഇങ്ങനെ കുശലം പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, യാ മഅ്ശറൽ അൻസ്വാർ, അല്ലയോ അൻസാരിങ്ങളായ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ അനുചരന്മാരെ, ഹമ്മിറു വസഫിറു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെന്ന് മൈലാഞ്ചി അരച്ച് താടിയിലും മുടിയിലും ഒന്ന് തേക്കുക. ഒന്നുകിൽ അത് മഞ്ഞപ്പിക്കുക, മഞ്ഞ കളറാക്കുക മൈലാഞ്ചി ഇട്ട്, അല്ലെങ്കിൽ അത് ഒന്നുകൂടി ഇട്ട് ചുവപ്പ് കളറാക്കുക. അത് വലിയ ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മൈലാഞ്ചി ഇടൽ അനുവദനീയമാണ്. ആർക്ക്? ഇനി അതാണ് ആദ്യം പറയാൻ പോകുന്നത്. മൈലാഞ്ചി ഇടൽ അനുവദനീയമാണ് ആർക്ക്? പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടൽ അനുവദനീയമാണ്. ഏത് രൂപത്തിൽ? മുടിയിലും താടിയിലും ആ മഞ്ഞ കളറോ ചുവപ്പ് കളറോ ആക്കുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ മൈലാഞ്ചി തേക്കൽ അനുവദനീയമാണ്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുടിയിലും താടിയിലുമല്ലാതെ മറ്റൊരു സ്ഥലത്ത്, അതായത് കയ്യിലോ, സ്ത്രീകൾ ഇടുന്നത് പോലെ കയ്യിലോ നഖത്തിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗത്തോ മൈലാഞ്ചി ഇടാൻ പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സ ആവശ്യം, ചികിത്സ, ഇപ്പൊ കുഴിനഖമുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ചൊറിച്ചിലുണ്ട്, കുരുക്കളുണ്ട്, അപ്പൊ ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈലാഞ്ചി അരച്ച് തേച്ചാൽ ഈ കുരുക്കൾ മാറും, അല്ലെങ്കിൽ ആ പുഴുക്കടി മാറും എന്ന് പറഞ്ഞു.
എങ്കിൽ ആ ചികിത്സയുടെ ആവശ്യാർത്ഥം നമുക്ക് മൈലാഞ്ചി പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം? ശരീരത്തിൽ പുരട്ടാം. അതല്ലാതെ താടിയിലും മുടിയിലും അല്ലാതെ ശരീരത്തിന്റെ കയ്യിലോ കാലിലോ നമുക്ക് മൈലാഞ്ചി ഇടാൻ അനുവദനീയമില്ല. അത് പ്രത്യേകം എൻ്റെ ഉപ്പമാര്, എൻ്റെ സഹോദരന്മാര്, എൻ്റെ യുവാക്കൾ പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ഇന്ന് ഒരുപാട് അനാചാരങ്ങൾ കുന്നുകൂടുന്ന ഒരു സന്ദർഭമാണ് കല്യാണത്തിന്റെ സന്ദർഭങ്ങൾ. ഈ കല്യാണത്തിന്റെ സന്ദർഭങ്ങളിൽ എല്ലാ മണവാളന്മാരും അവരുടെ കൈ പരിശോധിച്ച് നോക്കിയാൽ കാണാം കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ നഖത്തിൽ ഇട്ടവരുണ്ടാകും, ഇടുന്നവരുണ്ടാകും. അല്ലെങ്കിൽ കയ്യിന്റെ പള്ളിയിൽ ഉള്ളിൽ ഇങ്ങനെ റൗണ്ടില് മൈലാഞ്ചി ഇടുന്നവരുണ്ടാകും. അല്ലെങ്കിൽ പെണ്ണിന്റെ പേരും ചെറുക്കന്റെ പേരും ഇപ്പോ അർഷദ് ബദരി വിത്ത് സമീയ എന്ന് ചിലപ്പോ എൻ്റെ പേരും എൻ്റെ ഭാര്യയുടെ പേരും ഞാൻ അങ്ങനെ കയ്യിൽ എഴുതാൻ പാടില്ല. ഇത് എന്തുട്ട് മസലയാണെന്ന് ആരും ചിന്തിക്കില്ല കേട്ടോ. ഇതുള്ളത് തന്നെയാ. ഇന്ന് നമുക്ക് കാണാൻ പറ്റും. എന്താ, വരന്മാര് ചെറുക്കന്മാര് എന്ത് ചെയ്യും? ചിലപ്പോൾ അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എ, ഇനി പെണ്ണിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എസ്, എ ലവ് എസ്, ഇങ്ങനെ കയ്യിലൊക്കെ എഴുതിയിട്ടുണ്ടാകും. എടോ അത് പാടില്ലടോ, അനുവദനീയമല്ല. ഉസ്താദ് കല്യാണത്തിന്റെ സമയത്തല്ലേ, ഞങ്ങൾ ഒരു അക്ഷരമല്ല എഴുതിയിട്ടുള്ളത്, അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദെ ഞങ്ങൾ ഒരു ഗ്ലാസ് കള്ള് കുടിച്ചിട്ടില്ല, ഒരു കുപ്പി കള്ള് കുടിച്ചിട്ടില്ല, ഒരു ചെറിയ സ്പൂണിലെ കള്ള് കുടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അനുവദനീയമാകോ? ഇല്ലല്ലോ. എന്നതുപോലെ തന്നെയാണ്, അത്രമാത്രം ഗൗരവമൊന്നുമില്ല എങ്കിലും ഞാൻ പറയട്ടെ, നമുക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞ കാര്യം അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. എന്തെങ്കിലും ചൊറി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മൈലാഞ്ചി പുരട്ടാം, അനുവദനീയമാണ്. അല്ലെങ്കിൽ താടിയോ മുടിയോ ഒന്ന് ചോപ്പിക്കണം, എങ്കിൽ നമുക്ക് അനുവദനീയമാണ്, കുഴപ്പമില്ല. അതല്ലാതെ കയ്യിലും, അതൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഫാഷനാണ്. സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യൽ ഒരു ഫാഷനായി മാറി. ഫാഷൻ എന്ന് പറഞ്ഞാൽ അത് വെറും ഫാഷനല്ല, വിഡ്ഢിത്തരത്തിന്റെ ഫാഷനാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ. പിന്നെ ഇനി പറയാൻ പോകുന്നത് മൈലാഞ്ചി ഇടൽ ഹറാമാകുന്ന ചില ആളുകളാണ്. ആർക്കാണത്? ചില സ്ത്രീകൾക്കാണ്. ഉസ്താദെ മൈലാഞ്ചി ഇടൽ സ്ത്രീകൾക്കല്ലേ ഉള്ളത്, അവർക്ക് ഹറാമാകൂ? അതെ, ഹറാമാകും. അതായത് ഭർത്താവ് മരണപ്പെട്ട് ഇദ്ദയിലിരിക്കുന്ന 4 മാസവും 10 ദിവസവും ഒക്കെ ഇദ്ദ ഇരിക്കുമല്ലോ, ആ ഒരു ഇദ്ദ കാലഘട്ടത്തിൽ ഇദ്ദയിലിരിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മൈലാഞ്ചി ഇടാൻ പാടില്ല. അത് ഹറാമാണെന്ന് നമുക്ക് മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിച്ചു നൽകുകയാണ്. ഇനി മൈലാഞ്ചി ഇടൽ സുന്നത്താകുന്ന ചില ആളുകൾ നമുക്ക് പരിചയപ്പെടാം. മൈലാഞ്ചി ഇടൽ സുന്നത്താകുന്ന ഒരു വിഭാഗം ഹജ്ജിനും ഉംറക്കും പോകുന്ന ഉമ്മമാർ, ഹജ്ജിനും ഉംറക്കും പോകുന്ന സഹോദരിമാർ, അവർ വിവാഹിതരാണെങ്കിൽ അവർക്ക് കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി ഇടൽ സുന്നത്താണ്, വിവാഹിതരാണെങ്കിൽ. അതുപോലെ തന്നെ കല്യാണം കഴിച്ച സ്ത്രീകൾക്കും, ഇനി സുന്നത്തായ ആളുകളെ കേട്ടോ പറയാം, കല്യാണം കഴിച്ച സ്ത്രീകൾക്കും ഭർത്താവിന്റെ പൂർണ്ണമായ സമ്മതമുണ്ട് എങ്കിൽ അവർക്കും കയ്യിലും അതുപോലെ കാലിലൊക്കെ മൈലാഞ്ചി ഇടാം. ഇനി കല്യാണം കഴിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് ഇഷ്ടമല്ല എന്ത്? മൈലാഞ്ചി ഇടൽ, എങ്കിൽ ആ പെണ്ണ് ഇടാൻ പാടില്ല. ഇനിയോ കല്യാണം കഴിച്ച ഒരു പെണ്ണ്, അവളുടെ ഭർത്താവിന് ഇഷ്ടമാണ് മൈലാഞ്ചി ഇടൽ, അവർക്ക് ശക്തമായ ഒരു സുന്നത്തുമാണ് മൈലാഞ്ചി ഇടൽ. ഇനി കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് പ്രായപൂർത്തിയായിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, അവൾക്ക് മൈലാഞ്ചി ഇടൽ കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. അതായത് പ്രായപൂർത്തിയായി 18 വയസ്സ് കഴിഞ്ഞു, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്ക്, അങ്ങനെയുള്ള സഹോദരിമാർക്ക് സ്നേഹത്തോടെ പറഞ്ഞു തരട്ടെ, അവർക്ക് മൈലാഞ്ചി ഇടൽ കറാഹത്താണ്. ഇട്ടു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ശിക്ഷ, ബഹളം, നരകത്തിലേക്ക് വലിച്ചെറിയ, അതൊന്നുമല്ല. ഇടാതിരിക്കലാണ് നല്ലത്. അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആവശ്യാനുസരണം ഇടാം. ഇനി ചെറിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ചെറിയ മക്കൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇട്ടുകൊടുക്കാം, കുഴപ്പമില്ല, അനുവദനീയമാണ്. അതാണാവട്ടെ പെണ്ണാവട്ടെ, എന്ത് ചെയ്യാം? ചെറിയ മക്കൾക്ക്, ആ പ്രായപൂർത്തിയാവാത്ത ചെറിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് നമുക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ ഇതാണ് മൈലാഞ്ചി ഇടുന്നതിന്റെ വ്യത്യസ്തമായ കാറ്റഗറികൾ. അപ്പൊ പുരുഷന്മാർക്ക് അത് എത്ര കുറവാണെങ്കിലും ഇടാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും വളങ്കടിയുണ്ട്, പുഴുക്കടിയുണ്ട്, ചൊറിച്ചിലുണ്ട്, അങ്ങനെ ചികിത്സാ ആവശ്യാർത്ഥം ഇടാം. അതുപോലെ മുടിയിലും താടിയിലും ഇടാം. അതല്ലാതെ മുഖത്ത് വരക്കലോ, പിന്നെ ഇപ്പൊ ഉണ്ടല്ലോ കല്യാണത്തിന്റെ സമയത്ത് റബ്ബെ എന്താണ്, ഒരു വെറ്റില ഇങ്ങനെ വെച്ചിട്ട് ഓരോ ആളുകൾ വന്ന് മൈലാഞ്ചി തോണ്ടി കൊടുക്കും, ചിലപ്പോൾ മഞ്ഞളെടുത്ത് ഇങ്ങനെ മുഖത്ത് തേച്ചു കൊടുക്കും. എന്താ കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല.
കല്യാണത്തിന്റെ സമയത്ത് മഞ്ഞ കല്യാണം, പച്ച കല്യാണം, നീല കല്യാണം, ചുവപ്പ് കല്യാണം, അല്ലെ? കല്യാണമായ പിന്നെ ഉപ്പമാർക്ക് ബേജാറും ഉമ്മമാർക്ക് എടങ്ങേറും സഹോദരിമാർക്ക് ആഹ്ലാദവുമാണ്. കാരണം ഉപ്പമാർക്ക് ബേജാറെന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിന് കുറഞ്ഞതാണ് കേട്ടോ, കുറഞ്ഞത് 4 ഉടുപ്പ് വേണം. വെള്ളിയാഴ്ച മഞ്ഞ കല്യാണം, അന്ന് മഞ്ഞ ചുരിദാറോ അല്ലെങ്കിൽ മഞ്ഞ ഫ്രോക്കോ ഏതെങ്കിലും വേണം. ശനിയാഴ്ച ചിലപ്പോൾ പച്ചയായിരിക്കും, ചിലപ്പോൾ നീലയായിരിക്കും, അന്ന് ഉടുപ്പെടുക്കണം. പിന്നെ ഞായറാഴ്ച ആ നിക്കാഹിന്റെ സമയത്ത് ആ ഫംഗ്ഷന് നല്ലൊരു ഡ്രസ്സ് വേണം. അത് ആരും കാണാത്ത കിടുക്കാച്ചി കളറൊക്കെ വേണം, ഡ്രസ്സ് വേണം. അത് കഴിഞ്ഞ് വൈകിട്ട് റിസപ്ഷൻ ഉണ്ടാകും, അതിനും വേണം. അപ്പൊ കുറഞ്ഞതാണ് കേട്ടോ, കുറഞ്ഞത് 4 ഡ്രസ്സാണ്. ഇത് കല്യാണ പെണ്ണിന്റെ കാര്യമല്ല, ഈ 4 ഡ്രസ്സ് കുറഞ്ഞത് കല്യാണ പെണ്ണിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. കല്യാണ പെണ്ണിന് പിന്നെ ഇതിനേക്കാൾ കൂടും. കല്യാണത്തിന് വരുന്ന ബന്ധുക്കളായ ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യമായി പറയുന്നത്. എത്രയാ കാശ് മുടക്കുന്നത്. എൻ്റെ പൊന്നുസ്താദെ, നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ കല്യാണം ഇങ്ങനെയായിരുന്നു. എൻ്റെ കല്യാണം അൽഹംദുലില്ലാ 2 ഡ്രസ്സ് ഞാൻ എടുത്തു, ഒന്ന് തലേന്നിടാനും ഒന്ന് അന്നിടാനും. എൻ്റെ ഭാര്യക്കും അങ്ങനെയായിരുന്നു, തലേന്നൊരു നല്ല ഡ്രസ്സ്, പിന്നെ അന്നിടാനൊരു ഡ്രസ്സ്, പിന്നെ ഒരു പർദ്ദ, അതൊക്കെയാണ് നമ്മളിടും. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങളുടെ കാലം പോലെയല്ല ഇപ്പൊ നമ്മളിപ്പോൾ കിടുക്കാച്ചി കല്യാണങ്ങളും വെറൈറ്റി കല്യാണങ്ങളുമാണ്. ഓരോ കല്യാണത്തിനും അവന്റെ കല്യാണത്തിന് ഇല്ലാത്തത് എന്താണ് എൻ്റെ കല്യാണത്തിന് കൊണ്ടുവരാൻ പറ്റുന്നത്, ആ രൂപത്തിലാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കല്യാണത്തിന്റെ ധൂർത്തുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ വിശാലമായിട്ട് പറയാം. പിന്നെ ചില സഹോദരിമാരുടെ സംശയം, ഉസ്താദേ ഞങ്ങൾക്ക് ലിപ്സ്റ്റിക് തേക്കാമോ, അതുപോലെ ക്യൂട്ടസ് ഇടാമോ, അതുപോലെ പിരികം പ്ലക്ക് ചെയ്യാമോ, നമ്മുടെ പുരികം ത്രെഡ് ചെയ്യാമോ, അതുപോലെ തന്നെ മുടി കറുപ്പിക്കാൻ പാടില്ല എന്നറിയാം, മറ്റ് ചുവപ്പ് അതുപോലെ നീല വെറൈറ്റി കളറുകളൊക്കെ കൊടുക്കാമോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സംശയങ്ങൾക്കുള്ള മറുപടി അടുത്ത പ്രാവശ്യം നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. പിന്നെ ഈ മൈലാഞ്ചി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്നു, ഉസ്താദെ ഞങ്ങൾ ഈ വീടുകളിൽ തന്നെ മൈലാഞ്ചി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ശർക്കര മൈലാഞ്ചി ഉണ്ട്, അതുപോലെ കോൺ മൈലാഞ്ചി ഉണ്ട്, പഞ്ചസാര മൈലാഞ്ചി ഉണ്ട്, ജീരക മൈലാഞ്ചി ഉണ്ട്, ബ്ലാക്ക് ഹെന്ന ഉണ്ട്, സിങ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മൈലാഞ്ചികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, ശർക്കര മൈലാഞ്ചി ആണെങ്കിലും അത് ഹെന്നയാണെങ്കിലും സിങ് ആണെങ്കിലും ജീരകയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും എന്ത് മൈലാഞ്ചി ആണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മൈലാഞ്ചി കയ്യിലോ കാലിലോ ഇട്ടിട്ട് അതൊന്നും വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ പൊളിഞ്ഞു പോരുന്നതാണെങ്കിൽ മനസ്സിലാക്കൂ, അത് മൈലാഞ്ചി അല്ല. അത് മൈലാഞ്ചി എടോ, നമ്മൾ കയ്യിൽ ഇങ്ങനെ മൈലാഞ്ചി ആ സാധനം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഉണങ്ങി നമ്മൾ കഴുകി കളഞ്ഞു, എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ പൊളിച്ചാൽ അത് പൊളിഞ്ഞു പോരുകയാണെങ്കിൽ അത് മൈലാഞ്ചി അല്ല, കെമിക്കലായ എന്തോ ഒരു വസ്തു നമ്മുടെ കയ്യിലിട്ടു ചോക്കാൻ വേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ മൈലാഞ്ചി ആണെങ്കിൽ അത് പൊളിഞ്ഞു പോരില്ല, നമ്മുടെ കയ്യിൽ നഖത്തിലിട്ടാൽ പൊളിഞ്ഞു പോരില്ല. അത് ഉണങ്ങി നമ്മൾ കഴുകി കളഞ്ഞാൽ ആ നിറം, ആ ചുവപ്പ് നിറം അല്ലെങ്കിൽ ആ മഞ്ഞ നിറം നമ്മുടെ തൊലിയോട് ചേർന്നിരിക്കും, പിന്നെ അത് നമുക്ക് പറിച്ചു കളയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ, പ്രത്യേകം മനസ്സിലാക്കിക്കോ. നമ്മൾ കല്യാണത്തിനാവട്ടെ അതല്ലാത്ത ഫംഗ്ഷനാവട്ടെ മൈലാഞ്ചി ഇടുമ്പോൾ അത് ഞാനിപ്പോ പറഞ്ഞതുപോലെ ശർക്കരയാവട്ടെ ജീരകയാവട്ടെ സിങ് ആവട്ടെ എന്ത് കുന്താണ്ടമാണെങ്കിലും ഏത് മൈലാഞ്ചി ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞ് അത് പൊളിഞ്ഞു പോരുന്നതാണെങ്കിൽ വെള്ളം ചേരില്ല എങ്കിൽ ആ മൈലാഞ്ചി ഇട്ട് നമ്മൾ വുളു ചെയ്താൽ വുളു ശരിയാവില്ല. ജനാപത്തുകാരിയായി ജനാപത്ത് കുളിച്ചാൽ ജനാപത്ത് ശരിയാവില്ല. മെൻസസ് മാറി കുളിച്ചാൽ അത് ശുദ്ധിയാവില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും ശരിയല്ല എന്നല്ല പറഞ്ഞത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ 10 രൂപയ്ക്ക് കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് വാങ്ങിച്ച് അങ്ങോട്ട് വരക്കും. പക്ഷെ എന്താണ്, അത് വുളുവിനെ തടസ്സം നിൽക്കുന്നതാണ്. അത് പൊളിഞ്ഞു പോരുന്നതാണെങ്കിൽ, അതിങ്ങനെ പൊളിച്ചാൻ പോരുന്നതാണെങ്കിൽ അത് മൈലാഞ്ചി അല്ല, അത് ഏതോ കെമിക്കലാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് എത്രയോ ഉമ്മമാർ എത്രയോ സഹോദരിമാരാ അവരുടെ വീടുകളിൽ തന്നെ ഓർഗാനിക്കായി നഖത്തിലിടുന്നതുണ്ട്, അതുപോലെ കയ്യിലിടുന്നതുണ്ട് മൈലാഞ്ചി. അവർ തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന എത്രയോ മൈലാഞ്ചി ഉണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഓർഗാനിക് എന്ന് ചോദിച്ചാൽ അവർ അത് തരും. അത് നമുക്ക് ഇടാനും പറ്റും. ഇട്ടാൽ മൈലാഞ്ചി ഇട്ടതിന്റെ സുന്നത്തും കിട്ടും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സിങ്ങും സുങ്ങും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചുമ്മാ ഇട്ടാൽ അത് മൈലാഞ്ചി അല്ലാട്ടോ.
അത് മൈലാഞ്ചി അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം അത് പൊളിഞ്ഞു പോരും. നമ്മൾ പൊളിച്ചാൽ പൊളിഞ്ഞു പോരുന്നത് കൊണ്ട് അത് മൈലാഞ്ചി അല്ല എന്ന് മനസ്സിലാക്കുക. അത് എന്തോ ഒരു കളറുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് ചേർത്തിട്ട് നമ്മൾ വുളു എടുത്താൽ വുളു ശരിയാവില്ല. കാരണം ആ ഭാഗത്ത് വെള്ളം ചേരില്ല, നമ്മുടെ കുളി ശരിയായില്ല. ഇല്ലെങ്കിൽ അങ്ങ് കുളിയും വുളുവും ശരിയായില്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് ശരിയായില്ല, എല്ലാം തകർന്നു പോകും. അപ്പൊ അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് ഇടാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇടാൻ പറ്റുന്നതുമുണ്ട്, ഇടാൻ പാടില്ലാത്തതുമുണ്ട്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഓർഗാനിക്കും മൈലാഞ്ചിയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുക. ഓർഗാനിക് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രം നമ്മുടെ നിസ്കാരങ്ങളും നോമ്പും നമ്മുടെ മറ്റ് ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി നല്ലതിനെ പിന്തുടരാനും തെറ്റിനെ മനസ്സിലാക്കി തെറ്റിൽ നിന്ന് പിന്തിരിയാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദുആരക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദുആരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ. നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദുആരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദുആരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ
آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാര് കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹുവേ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അല്ലാഹുവേ ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അല്ലാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ മഴ നീ ഞങ്ങൾക്ക് ആദാബാക്കല്ലേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم